ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അരുണിൻ്റെ അമ്മ അവിടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. കഴിഞ്ഞപ്പോഴേക്കും അരുൺ ചോദിക്കണം, അമ്മ എന്ത് പറഞ്ഞു അമ്മ എന്ന് ചോദിച്ചപ്പോഴേക്കും, മോനെ ഇപ്പം എന്തും നമുക്ക് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്, അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചോദിച്ചപ്പോഴേക്കും, അവിടെ എല്ലാവർക്കും എല്ലാത്തിനും വലുത് സച്ചിയാണ്. സച്ചി എന്നുള്ളൊരു കാര്യം മാത്രമാണ് ദേവുവിൻ്റെ അമ്മ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സച്ചി പറയാതെ ആ വീട്ടിൽ ഒരു കാര്യവും നടക്കില്ല എന്ന്. നിങ്ങളുടെ കല്യാണം നടക്കണമെങ്കിൽ സച്ചി സമ്മതം മൂളണമെന്ന്. ആ സമ്മതം സച്ചി മൂളില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരുണിന് കാര്യം വരികയാണ്. അവനാണോ എന്നെയും ദേവുവിനെയും ഒന്നിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരുമാണ് പ്രണയിച്ചത്. കല്യാണം കഴിക്കണോ വേണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലാതെ അവനല്ല. അമ്മ വണ്ടിയിലോട്ട് കയറിക്കണ്ടേ? എടാ നീ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, അമ്മ വണ്ടിയിലേക്ക് കയറാൻ നോക്കമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ നേരെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കും നമ്മുടെ സച്ചി. അപ്പോൾ സച്ചി സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഈ ഈച്ചയുടെ ഓരോ കോപ്രായങ്ങളും കണ്ടൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ആ സമയത്താണ് ദേവ് വരുന്നത്. അപ്പോൾ ദേവിനെ കണ്ടപ്പോഴേക്കും, മോളെ ദേവ് നീ ഇവിടെയോ? എന്താ ദേവ് എന്ന് ചോദിച്ചപ്പോഴേക്കും, സച്ചിയേട്ടാ എനിക്ക് സച്ചിയേട്ടനോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് ഫോൺ വിളിച്ചാൽ പോരായിരുന്നില്ലേ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അല്ല, വീട്ടിൽ വെച്ച് പറയേണ്ട കാര്യങ്ങളല്ല, സച്ചിയേട്ടനെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ്. ശരി, എന്താ നിൻ്റെ കാര്യം, എന്താ നിൻ്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ, സച്ചിയേട്ടാ അരുണേട്ടനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സച്ചിയേട്ടൻ വിചാരിക്കുമ്പോൾ ഒരാളല്ല അരുണേട്ടൻ നല്ല സ്വഭാവക്കാരനാണ്. എനിക്ക് അരുണേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് അരുണേട്ടനെ എൻ്റെ ജീവിതത്തിലേക്ക് വേണം സച്ചിയേട്ടാ. സച്ചിയേട്ടനാണ് ഇതിൽ എതിർപ്പായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് പോലും അതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ സച്ചിയേട്ടൻ പറയുന്നു അരുണേട്ടൻ വലിയ മോശ സ്വഭാവമൊക്കെയുള്ള ഒരാളാണെന്ന്. അല്ല സച്ചിയേട്ടാ, ആ സച്ചിയേട്ടൻ്റെ വെറും തോന്നലാ. അരുണേട്ടൻ അങ്ങനെ മോശ സ്വഭാവമുള്ള ആളൊന്നും അല്ല. ഞാൻ അരുണേട്ടനെ കാണാൻ തുടങ്ങിയിട്ട് ഒരുപാടായില്ലേ. ആളെ കണ്ടു, അറിഞ്ഞു, സംസാരിച്ചു, ആളുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷമാണ് അരുണേട്ടനോട് എനിക്ക് പ്രണയം തുടങ്ങിയത് സച്ചിയേട്ടാ. അല്ലാതെ സച്ചിയേട്ടൻ വിചാരിക്കുന്ന പോലെ അല്ല അരുണേട്ടൻ. ആൾക്ക് മുൻകോപമുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ മോശ സ്വഭാവമൊന്നും ഇല്ല സച്ചിയേട്ടാ. മോളെ ദേവു, നിന്നെ അവൻ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വശത്താക്കി വെച്ചിരിക്കുകയാണ്. അവൻ്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയ മോളെ നീ. അവൻ നിനക്ക് സെറ്റാവില്ല, അത് വേണ്ട. സച്ചിയേട്ടൻ അങ്ങനെ പറയരുത് സച്ചിയേട്ടാ. ഞാൻ അരുണേട്ടൻ്റെ ഒപ്പം ജീവിക്കാനായിട്ട് തീരുമാനിച്ചെടുത്ത കാര്യമാണ്. അപ്പം അത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു തകർച്ചയിലേക്ക് തന്നെ പോകും സച്ചിയേട്ടാ. ദയവ് ചെയ്ത് ഞങ്ങളിടയിൽ സച്ചിയേട്ടൻ പ്രശ്നം ഉണ്ടാക്കരുത്. സച്ചിയേട്ടനെ എനിക്കറിയാം, എൻ്റെ നല്ലതിന് വേണ്ടി തന്നെ സച്ചിയേട്ടൻ പറയുള്ളൂന്ന് എനിക്കറിയാം. പക്ഷേ സച്ചിയേട്ടാ, അരുണേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് കഴിയില്ല എന്നും തുറന്നു പറഞ്ഞപ്പോഴേക്കും, മോളെ വേണ്ട, ആ ഒരു കാര്യം മോൾ പറയാൻ നിൽക്കണ്ട. ഇന്നേ എന്നെ കാണാൻ വേണ്ടി അരുണേട്ടൻ്റെ അമ്മയും കൂടി വന്നായിരുന്നു. അത് ശരി, അപ്പോൾ അവർ രണ്ടുപേരും വന്നായിരുന്നു അല്ലേ? വന്നായിരുന്നു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അവിടെ രേവതി ചേച്ചി ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ചേച്ചി കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? രേവതി ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അത് ശരി, അപ്പം ഞാനറിയാതെ എല്ലാം തീരുമാനിച്ചു അല്ലേ? ഇല്ല സച്ചിയേട്ടൻ അറിയാതെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അവിടെ അരുണേട്ടൻ്റെ അമ്മ വന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ എന്താ പറഞ്ഞെന്നറിയാവോ? സച്ചി പറഞ്ഞിരിക്കുന്നത് ഈ കല്യാണം വേണ്ട എന്നാണ്. അപ്പോൾ ആ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് എൻ്റെ അമ്മയെ നിൽക്കുന്നത്. പാവ അരുണേട്ടൻ്റെ അമ്മ അവിടെ നിന്ന് അപമാനപ്പെട്ട് പോവുകയാണ് ചെയ്തത് സച്ചിയേട്ടാ. അതുകൊണ്ട് തന്നെ സച്ചിയോട് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അരുണേട്ടനും പാവമാണ്, അരുണേട്ടൻ്റെ അമ്മയും പാവോ. എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് അറിയാവോ അരുണേട്ടൻ്റെ അമ്മയ്ക്ക്. അതുകൊണ്ട് ഇതിൽ തടസ്സം നിൽക്കരുത് സച്ചിയേട്ടാ. മോളെ അവൻ്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവനെ വേണ്ട, അവൻ നിന്നെ ചതിക്കും, ഉറപ്പായിട്ടും ചതിക്കും. നീ കണ്ടിട്ടില്ലേ എത്രയെത്ര ചതികളാണ് നമ്മുടെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളെ വശത്താക്കും, അതിനുശേഷം അവരെ കല്യാണം കഴിക്കും. പിന്നീട് അവൻ്റെ ദ്രോഹം സഹിക്കാൻ വയ്യാതെ പെൺകുട്ടികൾ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ഒരു തുള്ളി വിഷത്തിൽ ജീവിതം അവസാനിപ്പിക്കും. അങ്ങനെ എന്തെല്ലാം ഇവിടെ നടക്കുന്നു. എൻ്റെ പെങ്ങളാണ് നീ. അപ്പോൾ നിന്നെ ഒരു മോശം സ്വഭാവക്കാരൻ്റെ തലയിൽ വെച്ച് കെട്ടിക്കാനായിട്ട് ഞാൻ സമ്മതിക്കോ? ഞാൻ തന്നെ നിനക്കൊരു നല്ലൊരു ചെറുക്കനെ കണ്ടെത്തും. എന്നിട്ട് ആ ചെറുക്കനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കും.
നീ നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നീ മോശമായിട്ട് പോകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല ദേവു. നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ശരി, നീ ഇപ്പോൾ വീട്ടിലേക്ക് പോ, ഞാൻ വീട്ടിലേക്ക് കൊണ്ടാക്കി തരാം. ഇത് കേട്ട് ദേവുവിന് അരിശ്യം വരികയാണ്. വേണ്ട, എന്നെ ആരും വീട്ടിലേക്ക് കൊണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം തന്നെ പോകാൻ എന്നും പറഞ്ഞുകൊണ്ട് ദേവ് അവിടെ നിന്ന് ഒറ്റ പോക്കാണ്. അപ്പോൾ സച്ചിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ഇവളെന്താണ് പെട്ടെന്ന് അങ്ങനെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞത് എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ്. അപ്പോൾ രേവതി സ്കൂട്ടർ ഇവിടെ നിർത്തി അവിടെ നിന്ന് എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അരുൺ വന്നിട്ട് രേവതി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിലൊരു വിളിയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ രേവതി തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ അരുൺ അങ്ങോട്ട് ഓടി വരികയാണ്. അത് പിന്നെ അതെ, എനിക്ക് ഇയാളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ്. എന്താ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? എന്ത് കാര്യം സംസാരിക്കും? നിങ്ങളെന്താ ഇവിടെ? അല്ല, ഞാൻ ഇയാളെയും കാത്തു നിൽക്കുകയായിരുന്നു. എന്താ പറയാനുള്ളതെന്ന് പറ. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ദേവുവിനെ ഇഷ്ടമാണ്, ദേവുവിന് എന്നെയും ഇഷ്ടമാണ്. ഞങ്ങളുടെ കല്യാണം നടത്തി തരണമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ് അമ്മയും കൂട്ടി ഞാൻ അങ്ങോട്ട് വന്നത്. പക്ഷേ അമ്മയ്ക്ക് അവിടെ സങ്കടപ്പെട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹം വീട്ടുകാരറിയേ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവരുടെയും അനുഗ്രഹത്താൽ ഞങ്ങളുടെ കല്യാണം നടക്കണമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിനിപ്പോൾ എന്ത് ചെയ്യാനാ? എൻ്റെ അമ്മ സമ്മതിക്കുന്നില്ലല്ലോ. പിന്നെ വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ട് ദേവു ഒരു പ്രവൃത്തിക്കും മുൻകൈയെടുത്തിറങ്ങില്ല. അതെനിക്കറിയാം, ഒരു പ്രവൃത്തിക്കും മുൻകൈയെടുത്തിറങ്ങില്ല. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ കാണാനായിട്ട് വന്നത്, എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി. പക്ഷേ ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവാണെന്ന് അറിയാം. നിങ്ങളുടെ ഭർത്താവ് ഓരോ പ്രശ്നമുണ്ടാക്കുകയാണല്ലോ. ഇത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹമേ ഒരു പ്രശ്നക്കാരനല്ല, അദ്ദേഹം നല്ലവനാ. നിങ്ങൾ ചെയ്തതോ? നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കാറ് പിടിച്ചെടുത്ത് നിങ്ങളെ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പരാതി കൊടുത്തു. എന്നിട്ട് ലൈസൻസ് കട്ടാക്കാനായിട്ട് നോക്കി. എന്തെല്ലാം ദ്രോഹങ്ങളാണ് നിങ്ങൾ അദ്ദേഹത്തോട് ചെയ്തത്? അതെല്ലാം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റ്? അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിങ്ങളൊരു മോശക്കാരനായ ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പെങ്ങളെ നിങ്ങൾ കല്യാണം ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് വേണ്ട, ഞാൻ വേറൊരു കല്യാണം ആലോചിച്ചോളാം എന്നൊക്കെ പറഞ്ഞത്. അദ്ദേഹത്തെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല. ഞാനൊരു കാര്യം പറയാം, ഈ കല്യാണം നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹത്താൽ നടക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. നിങ്ങളത് നടത്തി തരികയും ചെയ്യണം. ഇനി അഥവാ നിങ്ങൾക്ക് ഈ കല്യാണത്തിന് സമ്മതം അല്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും കല്യാണം കഴിക്കും. ഞാൻ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ദേവുവിൻ്റെ കഴുത്തിൽ തന്നെയായിരിക്കും. അതിന് ഒരു വ്യത്യാസം സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നിങ്ങനെയും പറഞ്ഞുകൊണ്ട് അരുൺ അവിടെ നിന്ന് പോവുകയാണ്. അരുണിൻ്റെ ആ ഒരു വർത്തമാനം നമ്മുടെ രേവതിയുടെ മനസ്സിൽ ശരിക്കും കൊണ്ടിട്ടുണ്ട്. രേവതിയും വണ്ടി എടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയെ. അപ്പോൾ വർഷ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറി കൊണ്ട് നടക്കുക. ആ സമയത്ത് ഈ ശ്രീകാന്ത് പ്രിയയെ വിളിച്ചുകൊണ്ട് വരികയാണ്. ശരി പ്രിയ, ഞാൻ വന്നേക്കാം. നീ ആരെയാണ് വിളിച്ചത്? പ്രിയ. പ്രിയ എന്ത് പറഞ്ഞു? നാളെ മുതൽ ജോലിക്ക് കയറാനായിട്ട് പറഞ്ഞു. വേണ്ട, നിന്നോട് അവിടെ പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നിനക്ക് എന്താ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവാത്തത്? ആ റെസ്റ്റോറൻറ്റിലേക്ക് ഇനി പോകണ്ടായിരുന്നേ. അതെന്താ ഞാൻ പോയാൽ പിന്നെ എന്ത് ചെയ്യാനാണ്? വേണ്ട, നിന്നെ ഒരു വിലയില്ലാത്തൊരു സ്ഥലത്തേക്ക് നീ പോകേണ്ട കാര്യമില്ല ശ്രീകാന്തേ. എന്താണ് അവർ പറഞ്ഞത്? അവരുടെ മനസ്സിലിരിപ്പൊക്കെ നീ മനസ്സിലാക്കിയതല്ലേ. അവരെന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു വിഷയമല്ല. ഞാൻ അവിടുത്തെ ഷെഫാണ്. അപ്പം എന്നെ അതൊന്നും ബാധിക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ അവിടെ ജോലി ചെയ്യും, ശമ്പളം മേടിക്കും. എന്നെ ഒരു ഷെഫ് എന്ന നിലയ്ക്ക് പ്രിയയ്ക്ക് നല്ല ബോധ്യപ്പെട്ട കാര്യം തന്നെയാണ്. എന്നിട്ട് അവൾ പറഞ്ഞത് ശ്രീകാന്ത് ഇല്ലെങ്കിലും ആ ഹോട്ടൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് അവൾ പറഞ്ഞതല്ലേ നിങ്ങളുടെ മുന്നിൽ വെച്ച്. എന്നിട്ട് അതൊന്നും വകവയ്ക്കാത്ത എന്താണ്? വർഷേ, നീ ഇതിൽ കടുംപിടുത്തം പിടിക്കാൻ നിൽക്കരുത്. എനിക്ക് പോയേ മതിയാവുള്ളൂ. വേണ്ട, പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റ് ഇടും. എങ്ങനെ? ആ റെസ്റ്റോറൻറ്റ് നല്ല പൈസ വേണ്ടേ? പൈസ ഉണ്ടോ കയ്യിലായിട്ട്? പൈസ എലോപ്പിക്കാം. എന്താ നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാനോ? അത് നടക്കാത്ത കാര്യമാണ്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കാര്യമൊന്നുമല്ല. അതൊന്നും ശ്രീകാന്ത് അറിയേണ്ട ആവശ്യമില്ല. ശ്രീകാന്തിൻ്റെ കയ്യിലും കുറച്ച് പൈസ ഉണ്ടല്ലോ. ഞാനും കുറച്ച് പൈസ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോളാം. എന്നിട്ട് നമുക്കൊരു റെസ്റ്റോറൻറ്റ് ഇടണം, സ്വന്തമായിട്ട് ഇടണം. ആരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട യാതൊരു കാര്യമില്ല ശ്രീകാന്തേ എന്ന് പറയുമ്പോൾ, വർഷം നിനക്കിത് എന്താ പറ്റിയത്? ഇത് ഇത്ര പെട്ടെന്നൊന്നും നടക്കാത്തൊരു കാര്യമാണ്. നീ നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കുക, അല്ലാതെ എൻ്റെ കാര്യത്തില്ല. പിന്നെ ഒരു കുഞ്ഞിൻ്റെ കാര്യമുള്ള ഇപ്പം ഏറ്റവും വലുത്. അപ്പോൾ രവിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി വരികയാണ്. എന്താ പ്രശ്നം? അത് പിന്നെ അങ്ങളെ, ഞാനേ ഒരു റെസ്റ്റോറൻറ്റ് ഇടുന്ന കാര്യം പറഞ്ഞു.
ഇനി ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകണ്ടെന്ന്. സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് ഇട്ടാൽ എന്താണ് കുഴപ്പം അങ്ങളെ എന്ന് ചോദിക്കുമ്പോൾ, മോളെ ഈ റെസ്റ്റോറൻറ്റ് ഇടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പൈസ വേണ്ടേ? അപ്പോൾ പിന്നെ അത്രയും പൈസയൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ? അല്ല ശ്രീകാന്തേ? പിന്നല്ല അച്ഛാ, ഇതെല്ലാം ഞാൻ ഇവളോട് പറഞ്ഞതാ, പക്ഷെ ഇവൾക്ക് തലയിലോട്ട് കയറുന്നില്ല. അങ്ങളെ പൈസ എല്ലാം ഞാൻ ഒപ്പിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ ശ്രീകാന്തിൻ്റെ കയ്യിലും കുറച്ച് പൈസയുണ്ട്, പക്ഷെ അവൻ അതൊന്നും പോരാ. ആ റെസ്റ്റോറൻറ്റിൽ തന്നെ പോണം. ഇവനെ വില വയ്ക്കാതെ ആ റെസ്റ്റോറൻറ്റിലേക്ക് എന്തിനാണ് അങ്ങളെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ, മോളെ നീ ഒരു റെസ്റ്റോറൻറ്റ് ഇട്, അതായിരിക്കും നല്ലത്. ഇവനെ അച്ഛൻ്റെ സ്വഭാവം കുറച്ച് കിട്ടിയിട്ടുണ്ട്, അത് നിനക്ക് മനസ്സിലായ കാര്യമാണല്ലോ. നീ മുൻകൈ എടുത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഇടാൻ നോക്ക്, എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഇവരും നിൽക്കും. അത്ര എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോവുകയാണ്. അപ്പോൾ വർഷയാണെങ്കിൽ അതെ ഞാൻ റെസ്റ്റോറൻറ്റ് ഇടാൻ വേണ്ടി തന്നെ നിൽക്കുകയെന്നും പറഞ്ഞുകൊണ്ട് വർഷയും പോവുകയാണ്. ശ്രീകാന്തിന് തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. അന്ന് രാത്രിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ സച്ചിയാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് നിൽക്കുക. ദേവ് പറഞ്ഞ കാര്യങ്ങളും രേവതി പറഞ്ഞ കള്ളവും ഒക്കെ ആലോചിക്കുക. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് രേവതി വരുന്നത്. അപ്പോൾ രേവതി നേരെ സച്ചിയെടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, എന്താ സച്ചിയേട്ടാ, എന്തോരു സച്ചിയേട്ടാ, ഇതെന്തെങ്കിലും ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ, രേവതി നീ എന്ന് ഇത്ര ലേറ്റായത്, നീ എവിടെ പോയിരിക്കുമായിരുന്നു? അത് പിന്നെ സച്ചിയേട്ടാ, നിന്നോട് ഞാൻ രാവിലെ ചോദിച്ചതല്ലേ നമുക്ക് വീട്ടിലോട്ടൊന്ന് പോകാം എന്ന്. അപ്പം നീ എന്താ പറഞ്ഞത്? എനിക്ക് കുറേ ഓർഡർ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് അല്ലേ? എന്നിട്ട് നീ വീട്ടിൽ പോയി അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് പിന്നെ സച്ചിയേട്ടാ, അവിടെ അരുണിൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു, അവരോടൊക്കെ നീ സംസാരിച്ചു കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി പോയതാണോ ചോദിക്കുമ്പോൾ, സച്ചിയേട്ടാ അങ്ങനെയല്ല സച്ചിയേട്ടാ, നീ എന്നോട് കള്ളത്തരം പറഞ്ഞുകൊണ്ട് പോയില്ലേ? ദേവു എന്നെ ഇന്ന് കാണാൻ വന്നായിരുന്നു. സച്ചിനെ കാണാൻ വന്നായിരുന്നോ? ആ, എന്നെ കാണാൻ വന്നായിരുന്നു. ദേവുവിനാണ് ഇഷ്ടപ്പെട്ട ചെറുക്കൻ, ദേവുവിൻ്റെയാണ് കല്യാണം. എന്നിട്ട് അവൾ എന്നോട് സത്യം പറഞ്ഞു, നീയോ എന്നോട് കള്ളത്തരം പറഞ്ഞിട്ടല്ലേ രേവതി നീ പോയത്? അത് പിന്നെ സച്ചിയേട്ടൻ സമ്മതിക്കില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ്, എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോയത്. സച്ചിയേട്ടനോട് പറഞ്ഞാൽ സച്ചിയേട്ടൻ സമ്മതിക്കോ? എൻ്റെ സമ്മതം അപ്പോൾ ആർക്കും ആവശ്യമില്ലല്ലേ? എന്നിട്ട് ആ പോലീസുകാരനോടും പോലീസുകാരൻ്റെ അമ്മയോടും എന്തു പറഞ്ഞു നീ? ദേവ് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. ദേവുവിൻ്റെ അമ്മ പറഞ്ഞു സച്ചി അറിയാതെ ഒരു കാര്യവും നടക്കില്ല എന്ന്. അല്ല, ദേവു സച്ചിയേട്ടനെ കാണാൻ വന്നിട്ട് എന്താ പറഞ്ഞത്? അവൾക്ക് ആ ചെറുക്കനെ ഇഷ്ടമാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു അത് നടക്കില്ല, ദേവുവിന് ഞാൻ വേറൊരു ചെറുക്കനെ കണ്ടെത്തി തരാം, എന്നിട്ട് ആ ചെറുക്കനെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. എന്തിനാ സച്ചിയേട്ടാ, പാവം ദേവു, അവൾ ഇങ്ങനെ എന്തിനാണ് വേദനിപ്പിക്കുന്നത്? അവൾക്ക് ഇഷ്ടം അരുണിനെ ആണെങ്കിൽ അരുൺ കല്യാണം കഴിക്കട്ടെന്നേ എൻ്റെ കാഴ്ചപ്പാടിൽ. അതായത് അരുൺ എന്നെ ഒന്ന് കാണാൻ വന്നായിരുന്നു. അവൻ നിന്നെ കാണാൻ വന്നായിരുന്നോ? അവനെന്തിനാ നിന്നെ കാണാൻ വേണ്ടി വന്നത്? ഈ കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ. എന്നോട് പറഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടെ ഈ കല്യാണം നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, ഇല്ലെങ്കിലും ഞാൻ ദേവുവിനെ കെട്ടുമെന്ന് വാശി പിടിച്ചിരിക്കുകയാണ് അരുണ്. അപ്പോൾ അരുണിൻ്റെ ആ ഒരു ഇതിൽ എനിക്ക് മോശ സ്വഭാവമായിട്ടൊന്നും തോന്നിയില്ല സച്ചിയേട്ടാ. സച്ചിയേട്ടന് മാത്രം മോശ സ്വഭാവമായിട്ട് തോന്നിയത്. നല്ല ജോലിയുണ്ട്, ചെറുപ്പക്കാരൻ, സുന്ദരൻ, എന്താ അരുണിൻ്റെ ഒരു കുഴപ്പം എന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ തനി ഫ്രോഡാണ്, അത് തന്നെ കുഴപ്പം. ഈ കല്യാണം ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല രേവതി, അത് നീ സ്വപ്നം കാണാൻ പോലും വേണ്ട എന്നൊക്കെ രേവതിയോട് സച്ചി കയർത്ത് തന്നെ പറയുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.